ദ്വിദിന സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലേക്ക് എത്തുകയാണ്. ഉച്ചയ്ക്ക് 2:10 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തുന്ന ഉപരാഷ്ട്രപതി 3:30 ചങ്ങനാശ്ശേരി SB കോളേജിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ മുഖ്യ അതിഥിയാകും. ഞായറാഴ്ച രാവിലെ പ്രത്യേക വിമാനത്തിൽ കൊച്ചിയിൽ നിന്നും നടത്തറയിലെത്തുന്ന ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ചേതന ഗാനാശ്രമത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കും. ജിജീഷ് വിവരങ്ങളുമായി ചേരുകയാണ്. ജിജീഷ്, ഉപരാഷ്ട്രപതി ഇന്ന് ഉച്ചയ്ക്ക് എത്തുന്നത് തൊട്ടുള്ള അദ്ദേഹത്തിന്റെ പരിപാടികൾ എന്തൊക്കെയാണ്? ഗൗതം, ദ്വിദിന സന്ദർശനത്തിലെത്തുന്ന ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന് പ്രധാനമായും രണ്ട് പരിപാടികളാണ് 2 ദിവസങ്ങളിലായി കേരളത്തിലുള്ളത്. അതിലൊന്ന് SB കോളേജിൻ്റെ ശതാബ്ദി ആഘോഷങ്ങൾ, ചങ്ങനാശ്ശേരി SB കോളേജിൻ്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന ചടങ്ങാണ്. അതാണ് ആദ്യത്തെ പരിപാടി. ഇന്ന് 2:10 അദ്ദേഹം ഇവിടെ എത്തിയതിന് ശേഷം ഹെലികോപ്റ്ററിൽ നേരെ ചങ്ങനാശ്ശേരിയിലേക്കാണ് പോകുന്നത്. അവിടെ അദ്ദേഹം ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന ചടങ്ങിൽ പങ്കെടുക്കും. തുടർന്ന് വൈകിട്ട് 6 മണിയോടെ തിരിച്ച് കൊച്ചിയിലേക്ക് എത്തും. പിന്നെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത ചടങ്ങ്, അദ്ദേഹം പങ്കെടുക്കേണ്ട ചടങ്ങ് എന്ന് പറയുന്നത് നാളെ ചേതന ആശ്രമത്തിൻ്റെ തറക്കല്ലിടൽ ചടങ്ങുകളിലാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്. ആ ചടങ്ങിന് ശേഷം കുട്ടനെല്ലൂരിലാണ് ഇതിനായി അദ്ദേഹം ഹെലികോപ്റ്ററിൽ എത്തുക. തൃശ്ശൂരിൽ രാവിലെ 10 കുട്ടനെല്ലൂരിൽ അച്യുതമേനോൻ ഗവൺമെൻറ് കോളേജിൽ ഹെലിപ്പാഡിൽ ഇറങ്ങും. 11:30 ദേവമാതാ CMI പബ്ലിക് സ്കൂളിലാണ് ചേതന ഗാനാശ്രമത്തിൻ്റെ ശിലാസ്ഥാപന കർമ്മം ഉപരാഷ്ട്രപതി നിർവഹിക്കുന്നത്. അതിനുശേഷം വീണ്ടും ഹെലികോപ്റ്ററിൽ പത്തനംതിട്ടയിലേക്ക് പോകും. അവിടെയും അദ്ദേഹത്തിൻ്റെ ഒരു ചടങ്ങ് നിലവിൽ ക്രമീകരിച്ചിട്ടുണ്ട്. പത്തനാപുരം സെൻറ്റ് സ്റ്റീഫൻസ് ഹൈസ്കൂളിൽ ശതാബ്ദി ആഘോഷ പരിപാടിയിലാണ് പങ്കെടുക്കുന്നത്. തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളം വഴി അദ്ദേഹം മടങ്ങുകയും ചെയ്യും. നേരത്തെയും ഉപരാഷ്ട്രപതി ആയതിനു ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യ സന്ദർശനം നേരത്തെ കഴിഞ്ഞിരുന്നു. മുമ്പും സംഘടനാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ പല ഘട്ടങ്ങളിലായി കേരളവുമായി അടുത്ത ബന്ധമുള്ള ആളാണ്. നിരവധി തവണ അദ്ദേഹം കേരളത്തിൽ സംഘടനാ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഉപരാഷ്ട്രപതിയായി ചുമതല ഏറ്റെടുത്തതിന് ശേഷവും അദ്ദേഹത്തിൻ്റെ സന്ദർശനം ഉണ്ടായിരുന്നു. ഈ ഒരു സന്ദർശനത്തിൽ 2 ദിവസങ്ങളിലായുള്ള സന്ദർശനത്തിൽ പ്രധാനമായും 2 പരിപാടികളാണ്. ഒന്ന് ശിലാസ്ഥാപന കർമ്മം, ഒപ്പം തന്നെ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനം തുടങ്ങിയ പരിപാടികളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം തിരികെ ഡൽഹിക്ക് മടങ്ങുകയും ചെയ്യും. ഓക്കെ ജിജീഷ്, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉച്ചയോടുകൂടിയാണ് കേരളത്തിലേക്ക് എത്തുന്നത്. വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. ജിജീഷാണ് വിവരങ്ങളുമായി ചേർന്നത്.